മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോഴും അതിലൊരു അപകട സാധ്യതയുണ്ടെന്ന് നാം തിരിച്ചറിയണം. തിരസ്കാരമുണ്ടായേക്കാമെന്ന് നാം പ്രതീക്ഷിക്കണം. മറ്റുള്ളവർ പ്രതികരിക്കുന്നതിനെ നിയന്ത്രിക്കാൻ നമ്മൾക്കാവുമോ? ഇല്ല. നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പ് നീക്കിക്കളയുവാൻ ദൈവത്തോട് നാം നിരന്തരം പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നാം ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ആ മുറിവുകളും സൗഖ്യമാക്കുവാൻ പ്രാർത്ഥിക്കുക. മനുഷ്യ മനസ്സിനെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനുള്ള ദൈവിക ശക്തിയിൽ പൂർണ്ണമായി വിശ്വസിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കും എന്ന കർത്താവായ യേശുവിൻ്റെ വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിക്കുക. എപ്പോഴും അതുകൊണ്ട് നടക്കുക. അതിൻ്റെ ഫലം ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും സൗഖ്യം പ്രാപിക്കാം എന്നുള്ളതാണ്. ക്ഷമിക്കുമ്പോൾ ശാരീരിക സൗഖ്യം ലഭിക്കുന്നതിന് കുറച്ച് സമയം പിടിക്കും. നമ്മൾ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് സ്വഭാവമുള്ളവരാണ്. വെറുപ്പും വിദ്വേഷവും ക്ഷമിക്കുന്നതിനുള്ള തീവ്ര അഭിലാഷവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയാം. മുറിവുകൾ സാവധാനം സൗഖ്യമാകും. സ്വിച്ചിട്ട പോലെ അത് ഓണും ഓഫും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല മനസ്സിൻ്റേത്. സൗഖ്യത്തിനായി തിടുക്കം കൂട്ടരുത്. സൗഖ്യം ദൈവപിതാവിൻ്റെ നിയന്ത്രണത്തിൽ മാത്രമാണ്. ആഴമേറിയ മുറിവുകൾ സൗഖ്യമാക്കുവാൻ കൂടുതൽ സമയം വേണ്ടിവരും. ബാഹ്യമായ മുറിവുകൾ വേഗം സൗഖ്യം പ്രാപിച്ചെന്നും വരാം. എങ്ങനെയുള്ള മുറിവാണ് ഉണ്ടായിരിക്കുന്നതിനെ എന്നതിനെക്കുറിച്ച് നാം തിരിച്ചറിയണം. ബാഹ്യമായ ശാരീരിക മുറിവുകൾ സൗഖ്യമായാലും അവിടെ ഒരു പാട് അവശേഷിക്കും. ക്ഷമയുടെ കാര്യത്തിലും ഈ അവസ്ഥ തന്നെയാണുള്ളത്. ക്ഷമിച്ചുവെന്ന് വെച്ച് മറക്കണമെന്നില്ല. അനുഭവിച്ച മുറിവുകളുടെ പാടുകൾ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മറക്കുവാൻ സാധിക്കാതെ നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. കഴിഞ്ഞ കാലത്ത് നാം വരുത്തി വെച്ച വിനകളെക്കുറിച്ച് പഠിക്കുവാനും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനും ആ മുറിപ്പാടുകൾ നമ്മെ സഹായിച്ചെന്ന് വരും. മാത്രമല്ല അത് ക്രമേണ മാഞ്ഞു പോവുകയും നിതാന്തമായ സൗഖ്യം ലഭിക്കുകയും ചെയ്യും. നമ്മളിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുസ്യൂതമായ ദൈവകൃപയാണ് അതിൻ്റെ കാരണം. ക്ഷമ കൃതജ്ഞതയിലാണ് അവസാനിക്കുക, ഗ്രാറ്റിറ്റ്യൂഡിൽ. രണ്ട് വ്യക്തികൾ അവരുടെ വേദനിപ്പിക്കുന്ന മുറിവുകളെക്കുറിച്ചുള്ള ചിന്തകൾ കൈമാറുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുമ്പോൾ കടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ഓർമ്മിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ മുറിഞ്ഞുപോയ ബന്ധത്തിൻ്റെ കണ്ണികൾ നിഷ്പ്രയാസം കൂട്ടി വിളക്കുവാൻ അവർ പ്രാപ്തരാകും. തിരിച്ചാവരുത്. ആ കഴിവ് അവർക്ക് ലഭിക്കുന്നത് ദൈവപിതാവിൻ്റെ കരുണയിൽ നിന്ന് മാത്രമാണ്. നമുക്ക് അത് തിരിച്ചറിയാം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കുവാൻ നമുക്ക് പ്രയാസമാകും. നമ്മുടെ തീവ്ര വ്യഥകൾ വിസ്മരിക്കാനാവാതെ വെറുപ്പിലും വിദ്വേഷത്തിലും നാം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായി പോകും. കർത്താവായ യേശു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. ദൈവത്തിന് മാത്രമേ നമ്മളുടെ മുറിവുകൾ സൗഖ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവപിതാവ് പുത്രനായ യേശുവിന് നൽകിയ പാനപാത്രം സഹനത്തിൻ്റേതായിരുന്നു, ക്ഷമയുടേതായിരുന്നു. നിത്യരക്ഷയുടെ പ്രത്യാശയോടെ ആ പാനപാത്രത്തിൽ നിന്നും നമുക്കും പങ്കുപറ്റാം.